Hello. Welcome to market discussion of the day. Today, March 7, 2025, ഫ്രൈഡേ ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് നോൺ ഫാം പേറോൾ ഡേ ആണെന്നുള്ളതാണ്, NFP ഡേ ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം നോൺ ഫാം പേറോളാണ്, ഫ്രൈഡേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ ഏകദേശം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. സോ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നിടത്തോളം നല്ലൊരു തീരുമാനം വേറെ ഒരു കാരണവശാലും കാണില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ലോസിലാണെങ്കിൽ പോലും ഉച്ചയ്ക്ക് 1:30 മണിക്ക് മുന്നേ ആയിട്ട്, UK ടൈമിംഗ് 1:30 മണിക്ക്, അതായത് ഇന്ത്യൻ ടൈമിംഗ് ഏകദേശം ഒരു 5:30 മണിക്ക് മുന്നേ ഒക്കെ ആയിട്ട് മാർക്കറ്റിൽ നിന്ന്, UK ടൈമിംഗ് 11:30 മുന്നേ ആയിട്ട്, ഇന്ത്യൻ ടൈമിംഗ് ഒരു 5:30 മുന്നേ ഒക്കെ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനം എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ് പോകാനുള്ളത്. ഓക്കെ, സോ നമ്മളുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ. സോ ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്, UK ടൈമിംഗ് 1:30 മണിക്കാണ് നോൺ ഫാം പേറോൾ വരുന്നത്. നമുക്ക് ഫോർകാസ്റ്റ് പ്രീവിയസ് ഒക്കെ ആയിട്ട് പല ഡിഫറൻസും ഉണ്ടാവും. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു തീരുമാനമെടുത്ത് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ. സോ അതിനുശേഷം വൈകുന്നേരം 5:30 മണിക്ക് നമുക്ക് ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് ഉണ്ട്. ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് എങ്ങനെ പോകും എന്നുള്ള കാര്യമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പവലും അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപുമായിട്ട് ഉള്ള അഭിപ്രായങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങളുള്ള രണ്ട് നേതാക്കളായതുകൊണ്ടിട്ട് തന്നെ പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനെതിരെയായിട്ട് പറയാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഒക്കെ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ടിട്ടൊക്കെ തന്നെ ഇന്നത്തെ ദിവസം മാറി നിൽക്കുക. തിങ്കളാഴ്ച നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് കൊണ്ട് തരും. ഓക്കെ, സോ നമ്മൾ നേരെ അടുത്ത ആഴ്ചത്തെ മാർക്കറ്റിലോട്ട് നോക്കുമ്പോൾ, അടുത്ത ആഴ്ച നമ്മൾ തിങ്കളാഴ്ച കംപ്ലീറ്റ് ആയിട്ട് ഫണ്ടമെന്റൽസ് നോക്കി പോവാം. പക്ഷേ ജാപ്പനീസ് യെന്നിൽ വൈകുന്നേരം രാത്രി 11:50, അതായത് ഇന്ത്യൻ ടൈമിംഗ് ഏകദേശം വെളുപ്പിന് 5 മണിക്കൊക്കെ ആയിരിക്കും. ഓക്കെ, GDP അനൗൺസ്മെന്റ് ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ നമ്മുടെ ജാപ്പനീസ് യെൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജാപ്പനീസ് യെൻ ഒരു നല്ലൊരു രീതിയിലൊന്നും അല്ല ജാപ്പനീസ് യെൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ജാപ്പനീസ് യെന്നിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, സോ ജാപ്പനീസ് യെൻ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പലവട്ടവും 150 താഴെയായിട്ട് വരാൻ നേരത്ത് സെൽ സൈഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവിടെ നിന്ന് എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ പോസിറ്റീവായിരുന്നു, നല്ല രീതിയിൽ പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു ഡയറക്ഷൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ അതെല്ലാം മാറി നമ്മളുടെ തിങ്കളാഴ്ച ഈ പറയുന്ന ന്യൂസ് വന്നതിന് ശേഷം പ്രോപ്പറായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന രീതിയിൽ ജാപ്പനീസ് യെൻ മാറും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. തിങ്കളും ചൊവ്വയും ജാപ്പനീസ് യെന്നിൽ നിന്ന് മാറി നിൽക്കുന്ന നല്ലൊരു തീരുമാനമായിരിക്കും. നിങ്ങളുടെ താല്പര്യമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചൊവ്വാഴ്ച നമുക്ക് ജോൾഡ് ജോബ് ഓപ്പണിംഗ് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ജോൾഡ് ജോബ് ഓപ്പണിംഗ് വരുന്നത്. ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ന്യൂസ് അല്ല. പക്ഷേ ഓഫ് കോഴ്സ് എന്തായാലും ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള ശക്തിയുള്ളൊരു ന്യൂസാണ് ചൊവ്വാഴ്ച വരുന്നത്. പക്ഷേ ബുധനാഴ്ച വെനസ്ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CPI വരുന്നുണ്ട്. ഒരു കാരണവശാലും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഉച്ചയ്ക്ക് 12:30 മണിക്കാണ് CPIയുടെ ന്യൂസ് വരുന്നത്. മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കുക. ഓക്കെ, അതിനുശേഷം 2:30 മണിക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നുണ്ട്. അതിനുശേഷം തേഴ്സ്ഡേ നമുക്ക് വീണ്ടും ടെക്നിക്കൽ സൈഡിലോട്ട് നോക്കി. തേഴ്സ്ഡേ പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നുമില്ല. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം എല്ലാ തേഴ്സ്ഡേയും വരുന്നത് പോലെ 12:30 മണിക്ക് നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. സോ ഇതാണ് നമുക്ക് ടെക്നിക്കൽ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY തന്നെ വരികയാണെങ്കിൽ, JPY നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ 150 അവിടെ എത്തിക്കഴിഞ്ഞാൽ സെല്ല് 146 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ചെറിയൊരു ബൈ ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഞാൻ നേരത്തെ പറയാറുള്ളൊരു കാര്യമുണ്ട്, 186 അവിടെ എങ്ങനെ സപ്പോർട്ട് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കാം.
എങ്ങനെ 146 അവിടെ സപ്പോർട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ 150 അവിടെ റെസിസ്റ്റ് ചെയ്തു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറയുമ്പോൾ ഏഷ്യ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഇന്ത്യൻ ടൈമിംഗ് 5:30 മണിക്കാണ്. ഞാനിവിടെ ഇന്ത്യയിലെ കാര്യമായിരിക്കും ഞാൻ പറയുന്നത്, ഇന്ത്യൻ ടൈമിംഗ് ആയിരിക്കും പറഞ്ഞു പോകുന്നത്. ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് 5:30 മണിക്കാണെങ്കിലും മാർക്കറ്റിലോട്ട് ഒരു വോളിയം വരുന്നത് 7:30 മണിക്കാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മാർക്കറ്റിലോട്ട് എൻ്റർ ആവാനായിട്ടുള്ളത്. അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഇന്ത്യൻ ടൈമിംഗ് 11:30 മണിക്ക് യൂറോപ്പ് ഓപ്പൺ ആവും. ഓക്കെ, അതിനുശേഷം 2:30 മണിക്ക് ഏഷ്യ ക്ലോസ് ആവും, 6:30 മണിക്ക് US ഓപ്പൺ ആവും, അതിനുശേഷം 8:30 മണിക്ക് യൂറോപ്പ് ക്ലോസ് ആവും. സോ ഈ 5 ടൈം ഫ്രെയിമാണ് നമ്മൾ ബേസിക്കലി നമ്മളൊരു ട്രേഡ് എടുക്കാനായിട്ട് നമ്മളൊരു തീരുമാനം എടുക്കാനായിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് ക്യാൻഡിൽസ് ആണ് ഈ സമയത്ത്. സോ ഈ സമയത്ത് മാത്രമാണ് നമ്മൾ ആക്ച്വലി ട്രേഡ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മാർക്കറ്റിലോട്ട് ക്യാൻഡിൽസ് നോക്കിയിരിക്കത്തില്ല. ഓക്കെ, അങ്ങനെ ക്യാൻഡിൽസ് നോക്കിയിരിക്കാതിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പോകും. ക്യാൻഡിൽസ് നോക്കിക്കൊണ്ടിരുന്ന അയ്യോ ഇപ്പോൾ തീരുമാനം നമ്മൾ അവസരം നഷ്ടപ്പെട്ടു പോവോ, അയ്യോ നമ്മുടെ ട്രേഡ് നഷ്ടത്തിലോട്ടാണോ പോകുന്നത്, അപ്പോൾ നമ്മൾ ഭയങ്കര പാനിക് ആകുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? നമ്മൾ റോങ് ഡിസിഷൻസ് എടുക്കും. അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് നമ്മളെ എന്താ പറയുക, നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു അവസരത്തിലോട്ട് വരും. സോ നമ്മൾ ഈ 5 മാർക്കറ്റ് ടൈമിംഗ് മാത്രം എടുക്കുമ്പോൾ എന്താ ഗുണം? നമുക്ക് നല്ല രീതിയിൽ തീരുമാനം എടുത്ത് പോകാൻ പറ്റും. ഡിസിഷൻ മേക്കിംഗ് ക്യാൻഡിൽസ് ആണ് ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ 1 അവർ ക്യാൻഡിൽ വെച്ചിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത് ഒരു മെത്തേഡാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന മാർക്കറ്റ് ടൈമിങ്ങിൽ 1 അവർ ക്യാൻഡിൽ 150 മുകളിൽ കടക്കാതിരിക്കുക. പുതിയൊരു ക്യാൻഡിൽ 150 മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. 146 താഴെയായിട്ട് പുതിയൊരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അങ്ങനൊരു സമയം, അങ്ങനൊരു എന്താ പറയുക, അങ്ങനൊരു തീരുമാനം നമുക്ക് കിട്ടിയാൽ, അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കിട്ടിയാൽ, ഓക്കെ, ഉറപ്പായിട്ടും നമ്മൾ അതിനകത്ത് 1 അവർ ക്യാൻഡിൽ നമുക്ക് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, എന്താ പറയുക, അങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മളൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. സോ ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസും സപ്പോർട്ടും നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചാണ്, പലപ്പോഴും ഞാൻ പുതിയ ആൾക്കാർ വരുന്നത് കൊണ്ടിട്ട് തന്നെ ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും 146 150 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് റെസിസ്റ്റൻസും. ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, സോ തിങ്കളാഴ്ച ഞാൻ പറയുന്നത് 146 അടുത്ത് കിട്ടിക്കാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ബൈ ചെയ്തിട്ട് ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് അവസാനിപ്പിക്കുന്ന രീതിയിൽ. കാരണം രാത്രിയിൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ച വെളുപ്പിന് ഇന്ത്യൻ ടൈമിംഗ് 5 മണിക്കോളം നമുക്ക് GDP അനൗൺസ്മെന്റ് ഉണ്ട്, JPY. അതുകൊണ്ടിട്ട് നമുക്ക് മാർക്കറ്റിൽ ചെറിയ ലോട്ട് 146 അടുത്തോ 140 അടുത്തോ കിട്ടിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നതെല്ലാം തിങ്കളാഴ്ച എന്ത് അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. യൂറോയിൽ വരുമ്പോൾ യൂറോ നമ്മൾ നേരത്തെ പറഞ്ഞു 1.0800 മുകളിലായിട്ട് നമുക്ക് നല്ലൊരു അപ് ട്രെൻഡ് കിട്ടും എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഓക്കെ, സോ ഇന്ന് നമുക്ക് നോൺ ഫാം പേറോൾ ആണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഒന്നും യൂറോയിൽ ചെയ്യാൻ പാടില്ല, ഒന്നിനകത്തും ചെയ്യാൻ പാടില്ല. ഇന്ന് നമുക്ക് 1.0 തിങ്കളാഴ്ച രാവിലെ ഇന്ന് രാത്രി ക്ലോസ് ചെയ്യുമ്പോഴും 1.0800 താഴെയായിട്ട് ഒരു ക്യാൻഡിൽ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അല്ലെ 1.08 മുകളിലായിട്ടാണ് ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് ആവുന്നതെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 1.0800 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സെല്ല് ഓപ്പർച്യൂണിറ്റി ഞാൻ പറയില്ല. മാർക്കറ്റ് താഴോട്ട് വന്നെന്ന് വിചാരിച്ചോ, മാർക്കറ്റ് താഴെ വന്ന് 1.0500 ഇന്ന് കിട്ടുകയാണെങ്കിൽ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ നോൺ ഫാം പേറോൾ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിലും നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ GBP വരുമ്പം GBP ഒറ്റയടി കഴിഞ്ഞ ഒരാഴ്ച ഉള്ള മൂവ്മെൻറ്റ് നിങ്ങൾ കാണുവാണെങ്കിൽ 1.258088 സോറി യൂറോയിലാണെങ്കിലും സെയിം അവസ്ഥ തന്നെ കേട്ടോ. 1.04 കിടന്നെയാണ് ഈ തിങ്കളാഴ്ച. ഓക്കെ, ഈ തിങ്കളാഴ്ച 1.0400 അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ഓൾമോസ്റ്റ് 460 പിപ്പാണ് ഈ ആഴ്ച മൂവ് ചെയ്തത് യൂറോ. ഓക്കെ, സോ ഇതൊരു 1000 പിപ്പിൻ്റെ മൂവ്മെൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു 6 മാസം 6 to 1 ഇയറിൽ 1000 പിപ്പോളം മൂവ് ചെയ്യും.
ഞാനിത് 1.0200 യൂറോ നിന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്കൊരു ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്തിടാമെന്ന്. ഓക്കെ, പക്ഷേ എനിക്കറിയില്ല എത്ര പേര് മേടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും നമുക്ക് ഇനിയൊരു അവസരം താഴെ കിട്ടിയാൽ ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ ജി ബി പിയിലോട്ട് വരുമ്പോൾ ജി ബി പിയും ഈ ആഴ്ച സ്റ്റാർട്ടിങ്ങിൽ ഓൾമോസ്റ്റ് 1.25 ഈ ഒരു റേഞ്ചിലായിരുന്നു അല്ലേ, 1.2500 എന്ന് പറയുന്നൊരു റേഞ്ചിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് വീണ്ടും അവിടെ നിന്നൊരു 400-420 പിപ്പോളം മുകളിലാണ് ഇപ്പോൾ നമ്മുടെ ജി ബി പി ഉള്ളത്. ഓക്കെ, വീണ്ടും താഴോട്ട് റീട്രേസ് ചെയ്ത് നമുക്കൊരു 1.2800 കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാം. 1.25 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നല്ല ലോട്ട് എടുത്ത് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ജി ബി പി ഒരിക്കലും സെല്ലില്ല. ഓക്കെ, ഇതാണ് ജി ബി പിയിൽ എനിക്ക് തിങ്കളാഴ്ച രാവിലെയുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ കറണ്ട്ലി നിൽക്കുന്നത് 2921 ഓക്കെ, സോ മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. മാർക്കറ്റ് സപ്പോസ് തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റ് ഓടി മുകളിലോട്ട് പോയി 2980 ഓൾ ടൈം ഹൈ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ, ഓൾ ടൈം ഹൈ ഒന്നും എത്താനായിട്ടുള്ള പോസിബിലിറ്റി ഇന്നത്തെ ദിവസം ഇല്ല. കാരണം ഇന്ന് മാർക്കറ്റ് ഏറ്റവും ലോ പോയത് 2896. ഓക്കെ, സോ ചിലപ്പോൾ ഒരു $80 കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. സോ അങ്ങനെ ഒരു $80 മുകളിലോട്ട് പോയി ഓൾ ടൈം ഹൈ 2956 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി 2980 എത്തിയാൽ അവിടുന്ന് മാർക്കറ്റ് മുകളിലായിട്ട് 2980 മുകളിലായിട്ട് വേറെ ക്യാൻഡിൽസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. ഇന്ന് അവസാനിക്കുന്നത് 2980 താഴെയാണ്. തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് 2980 താഴെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് നല്ല രീതിയിൽ സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നേരെ മറിച്ച് താഴെ പോയി 2880 ഓക്കെ, അല്ലെങ്കിൽ 2860 ലെവലിലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 2860 താഴെയായിട്ട് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആയില്ല, 2660 മുകളിലായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ആവുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് അവിടുന്ന് എന്താ പറയുക ബൈ ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇത് ഒരു വൈഡ് റേഞ്ചാണ് എനിക്കറിയാം. ഉറപ്പായിട്ട് നമുക്ക് തിങ്കളാഴ്ച തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് മാർക്കറ്റിൽ ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്ന സമയത്ത് ഓക്കെ എനിക്ക് തോന്നുകയാണ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും സാറ്റർഡേ സൺഡേ ആയിട്ട് മാർക്കറ്റ് ഡിസ്കഷനിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച മാർക്കറ്റ് ഡിസ്കഷനിൽ കാണുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം അങ്ങനെ ആവുമ്പോൾ എനിക്ക് മാർക്കറ്റിൽ ഏഷ്യ ഓപ്പണിങ്ങും അതിനുശേഷമുള്ള യൂറോപ്പ് ഓപ്പണിങ്ങും കൺസിഡർ ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുന്നതിനെക്കുറിച്ച് ഗോൾഡിൽ പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ള. ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക. തിങ്കളാഴ്ച നല്ല അവസരങ്ങൾ മാർക്കറ്റ് തരും, അപ്പോൾ മാത്രം ട്രേഡ് ചെയ്യുക എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഓക്കെ, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എനിക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി എനിക്ക് മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ട് പിന്നെ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. എന്തൊക്കെ എന്താ പറയുക ഇമോഷൻസ് ഉണ്ടായാലും ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുക. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ വീക്കെൻഡിലോ കാണാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. ഗുഡ് ബൈ.